വെച്ചാൽ നല്ല ഒരു ബോൾസാണ് ഉണ്ടാക്കുന്നത്. നല്ല ഒരു 4 മണി സ്നാക്കാണിത്. അതിന് ഞാൻ ഈ പൊട്ടറ്റോ ഒരു ഇടത്തരം പൊട്ടറ്റോ 4 എണ്ണം തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമുക്ക് പുഴുങ്ങി പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ സവോള ഞാൻ നല്ലപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണിത്. ഇത് നമ്മൾ ഈ വെർമിസെല്ലിയാണ്, നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന വെർമിസെല്ലിയാണ്. ഇത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊന്ന് മുക്കി പൊരിക്കാൻ നേരത്തെ അതിന് നമ്മൾ ഒരു 2 ബ്രെഡിൻ്റെ സ്ലൈസ് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സിക്കകത്തുകൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുക. ഇത് നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതിൻ്റെ കൂടെ ഒന്ന് ഉരുളാൻ വേണ്ടി നമുക്ക് ചേർക്കണം. പിന്നെ മസാല ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി വേണം, ചെറിയ സ്പൂണ് മുളക് പൊടി വേണം, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇടാം. പിന്നെ കുറച്ച് മല്ലിവേലിൽ നമ്മളൊരു കളർ കിട്ടാനും ടേസ്റ്റിന് നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങി പൊടിക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുകൊണ്ട് നല്ലതുപോലെ ഞാൻ പുഴുങ്ങി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ആദ്യം റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കി ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം സവോള ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴഞ്ഞെടുക്കണം. നമ്മൾ ഒരുവിധം ബ്രൗൺ ആകുന്നത് വരെ വഴറ്റാം. നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ പച്ചമുളക് കൂടെ ഇടാം. ഒരുവിധം ബ്രൗൺ ആവുന്നുണ്ട് നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കുവാണ്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ സ്പൂണും മുളക് പൊടി ചേർക്കാം. ചെറുതായിട്ട് കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നവരെ നമുക്കിത് ഇളക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇപ്പോൾ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർക്കാം. പൊട്ടറ്റോ പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് പുഴുങ്ങുവാണെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ പിന്നെ ചേർത്താലും മതി. നല്ലപോലെ ഈ സമയത്ത് ഉപ്പ് നല്ലപോലെ ചേർത്ത് മസാലയെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലയും നമുക്കിപ്പോൾ ഇടാം. അതിൻ്റെ കൂടെ ഞാൻ ഈ ബ്രെഡ് ക്രംസ് ഇട്ടും ചേർക്കുവാണ്. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുവിധം നമ്മുടെ പൊട്ടറ്റോ ഒന്ന് തണുത്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇച്ചിരി തണുത്തിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് വറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ അല്ല പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. ഇച്ചിരി നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ പൊട്ടറ്റോ എല്ലാം നല്ല തണുത്തിരിക്കുകയാണ്. ഞാനിത് ഉരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ വെർമിസെല്ലി ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബോൾസിലെല്ലാം നല്ലപോലെ വെർമിസെല്ലി പിടിച്ചിരിക്കുകയല്ല, എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ അതെല്ലാം ഇറങ്ങിപ്പോകും. നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയ ഉരുളയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒത്തിരി വലിപ്പം വേണ്ട, ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പൊട്ടറ്റോ സ്മാഷ് ചെയ്യുമ്പോൾ നല്ലപോലെ സ്മാഷ് ചെയ്യണം. വലിയ പീസ് കിടന്നാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഒന്നുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റിയല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട ഞാനിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് മുക്കിയിട്ട് ഇപ്പോൾ ഈ വെർമിസെല്ലി ഒന്ന് നല്ലപോലെ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമുക്കിതിനകത്ത് നല്ലപോലെ മുക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മളെല്ലാം എടുത്ത് ബാക്കിയെല്ലാം ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം നല്ലപോലെ ഉരുട്ടി നമുക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്ക് ഒന്നിച്ച് വറുത്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടി നമ്മൾ വെർമിസെല്ലി മുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പാൻ ചൂടാക്കി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇത് വേവാനൊന്നുമില്ല. നമ്മുടെ വെർമിസെല്ലി ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. രണ്ട് സൈഡും ഒന്ന് നമുക്ക് മറിച്ചിട്ട് എടുക്കണം. പൊട്ടറ്റോ നമ്മൾ വെന്ത് മിക്സ് ആയിരിക്കുന്നല്ലേ, അപ്പോൾ ഇതിന് ഒന്ന് സൂക്ഷിച്ചെടുക്കണം. നമ്മൾ ഈ വെർമിസെല്ലിയൊക്കെ ചിലപ്പോൾ കുറച്ചൊന്ന് എണ്ണയ്ക്കകത്തോട്ട് വീണ് പോവാതെ രണ്ട് സൈഡും ഒന്ന് മറിച്ചിടാം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ബോൾസൊക്കെ റെഡിയാണ്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാം. ബാക്കി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ വെർമിസെല്ലി ബോൾ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇത്. ചായയ്ക്ക് കാപ്പിക്കൊക്കെ നമുക്ക് 4 മണിക്ക് കഴിക്കാൻ നല്ലതാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.